നമസ്കാരം. കേരളത്തിന്റെ പുറം കടലിൽ കപ്പലിന് തീയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഇവരുടെ ശ്വാസകോശത്തിനടക്കം സാരമായി പൊള്ളലേറ്റിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. 40% പൊള്ളലേറ്റുവെന്നാണ് വിവരം. മംഗളൂരു SJ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ചൈനീസ് സ്വദേശി ലു ഇൻലി, തായ്വാൻ സ്വദേശി സോണിറ്റൂർ എസൈനി എന്നിവരാണ് അത്യാസന്ന നിലയിൽ കഴിയുന്നത്. അതേസമയം കപ്പൽ അപകടത്തിൽ കാണാതായ 4 പേർക്കായി തിരച്ചിൽ തുടരുകയുമാണ്. കപ്പൽ അപകടത്തിൽ പരിക്കേറ്റ 2 പേർക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കി വരികയാണെന്ന് AG ആശുപത്രിയിലെ ഡോക്ടർ ദിനേഷ് കദം വ്യക്തമാക്കി. 30 മുതൽ 40% വരെ പൊള്ളലാണ് ഇവർക്ക് ഏറ്റിരിക്കുന്നത്. പരിക്ക് തീയിൽ നിന്നുള്ളതാണെന്നും രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോഴും കപ്പലിലെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുമില്ല. കോസ്റ്റ് ഗാർഡിന്റെയും നാവികസേനയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കപ്പലും കണ്ടെയ്നറുകളും ഒഴുകി നടക്കുന്നതും തീ ആളിപ്പടർന്നതും രക്ഷാപ്രവർത്തനത്തിന് പ്രതിസന്ധിയായി. കപ്പലിലുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കാനായി കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകളാണ് ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ മാറി നിലയുറപ്പിച്ചിരിക്കുന്നത്. കൊളംബോയിൽ നിന്ന് നവി മുംബൈയിലേക്ക് പോയ ചരക്കപ്പലാണ് ഇന്നലെ കത്തിയത്. കണ്ടെയ്നറുകളിലുള്ള 20 ടൺ വെടിമരുന്ന്, പെയിന്റ് അടക്കമുള്ള ചരക്കുകളാണ് ഉഗ്രശബ്ദത്തോടെ കത്തുന്നത്. ഫയർ ഫൈറ്റിംഗ് യൂണിറ്റുകൾക്ക് തീപിടിച്ച കപ്പലിനടുത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കപ്പലിന്റെ മധ്യഭാഗത്തെ കണ്ടെയ്നറുകളാണ് ആദ്യം കത്തിയമർന്നത്. ഇതിനിടെ നിരവധി കണ്ടെയ്നറുകൾ കടലിൽ വീഴുകയും ചെയ്തു. ആകെ 22 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ 18 പേരെ രക്ഷിക്കാൻ ഇന്ത്യൻ ഏജൻസികൾക്ക് സാധിച്ചു. 4 പേരെയാണ് കാണാതായിരിക്കുന്നത്. രക്ഷിച്ച 18 പേരിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരടക്കം 6 പേരാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. തിങ്കളാഴ്ച കൊളംബോയിൽ നിന്നും മുംബൈയിലേക്കുള്ള യാത്രാമധ്യേ കേരള തീരത്ത് നിന്ന് 78 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് വാൻഹൈ 503 എന്ന ചരക്ക് കപ്പലിൽ അഗ്നിബാധയുണ്ടായത്. പരിക്കേറ്റ 6 പേരെ മംഗളൂരു AG ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. INS വിക്രാന്തിൽ മംഗളൂരു പോർട്ടിൽ എത്തിച്ച ജീവനക്കാരെ പ്രത്യേക ആംബുലൻസിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ചൈന, തായ്വാൻ സ്വദേശികൾക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അതേസമയം അടുത്ത 3 ദിവസത്തിനുള്ളിൽ കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയുമെന്നും മുന്നറിയിപ്പുണ്ട്. കപ്പലിൽ നിന്നുള്ള എണ്ണപ്പാട കേരള തീരദേശത്തിന് സമാന്തര ദിശയിൽ നീങ്ങാൻ സാധ്യതയുണ്ട്. 22 ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ 8 ചൈനക്കാരും 6 തായ്വാൻകാരും 5 മ്യാൻമാറുകാരും 3 ഇന്തോനേഷ്യക്കാരും ഉൾപ്പെടുന്നു. കപ്പലിന്റെ പ്രൈമറി ഡെക്കിലെ ഒരു കണ്ടെയ്നറിലുണ്ടായ പൊട്ടിത്തെറിയിലൂടെയുണ്ടായ തീ മറ്റു കണ്ടെയ്നറുകളിലേക്കും പടർന്നു. ഇതോടെ ലൈഫ് ബോട്ടിലും ലൈഫ് റാഫ്റ്റുകളിലുമായി ജീവനക്കാർ രക്ഷപ്പെടുകയായിരുന്നു. ലൈഫ് ബോട്ടിൽ രക്ഷപ്പെട്ട ജീവനക്കാരിൽ ചിലർക്കാണ് പൊള്ളലേറ്റത്. ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി 145 കിലോമീറ്ററോളം ഉൾക്കടലിലാണ് സംഭവം. ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ അകലെയാണ് അപകടം. ക്യാപ്റ്റനടക്കം 18 പേരെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത്. BSM എന്ന കമ്പനിക്കാണ് കപ്പലിന്റെ നടത്തിപ്പ് ചുമതല. ഈ കമ്പനിയുമായി ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെട്ടു. 157 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കൾ ഉണ്ടെന്നാണ് വിവരം. വിവിധതരം ആസിഡുകൾ, ലിഥിയം ബാറ്ററികൾ, ഗൺ പൗഡർ, ടർപ്പന്റൈൻ അടക്കം തീപിടുത്തത്തിന് സാധ്യതയുള്ള വസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. തനിയെ തീപിടിക്കുന്നത് ഉൾപ്പെടെ 4 തരം രാസവസ്തുക്കൾ കണ്ടെയ്നറുകളിൽ ഉണ്ടെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്ന് തീപിടുത്തത്തിന് 44 നോട്ടിക്കൽ മൈൽ അകലെ സ്ഥിതി ചെയ്യുന്ന അഴീക്കൽ പോർട്ടിന്റെ ഓഫീസറും വ്യക്തമാക്കി. എന്നാൽ കണ്ടെയ്നറുകളിൽ എന്താണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് കമ്പനി ഇതുവരെയും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല.